So, hi guys, welcome back to my channel LIJUTECHZZz. So, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് കസ്റ്റം URL ആക്കാം എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കസ്റ്റം URL ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു URL അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. സാധാരണ കുറേ ആൽഫബറ്റ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഈ ഒരു കസ്റ്റം URL ആക്കിയിട്ട് നമ്മളെ ചാനൽ നെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണമെങ്കിൽ എങ്ങനെ എപ്പോൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് കോപ്പി ലിങ്ക് കൊടുത്ത് അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് തന്നെ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് google.com അടിക്കുക. google.com അടിച്ചിട്ട് മേലത്തെ ആ സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് studio.youtube.com അടിക്കുക. studio.youtube.com എന്നിട്ട് എൻ്റർ കൊടുക്കുക. അത് നിങ്ങളുടെ ചാനലിൻ്റെ ജിമെയിൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾ സൈഡിൽ കുറേ ഐക്കൺസ് കാണാം. അതിൻ്റെ ഒരു ഡോളറിൻ്റെ ഐക്കൺ കാണാം, അത് മോണിറ്റൈസേഷൻ്റെയാണ്. അതിൻ്റെ ചോട്ടിലത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ പോലെയൊക്കെ മിന്നണ ഒരു ഇതുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കസ്റ്റമൈസേഷൻ്റെ ഇതാണ്, ഐക്കണാണ്. അപ്പോൾ ആ കസ്റ്റമൈസേഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡിൽ ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ പറഞ്ഞിട്ട് വരും. അതിൽ ബേസിക് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിലെ എബൌട്ട്, ചാനൽ URL, ലിങ്ക് എന്നിട്ട് അങ്ങനെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചാനൽ URLൻ്റെ ചോട്ടിലായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ, അതായത് നമ്മൾ കുറേ ആൽഫബറ്റൊക്കെ കൂടിയിട്ടുള്ള ചാനലിൻ്റെ ആ ഒരു ലിങ്കാണ് അവിടെ കാണുക. അതിന് ചോട്ടിൽ സെറ്റ് കസ്റ്റം URL ഫോർ യുവർ ചാനൽ എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോട്ടിൽ കസ്റ്റം URLൻ്റെ ചോട്ടിലായിട്ട് HTTPS, അതായത് നമ്മുടെ അവർ തരുന്ന ആ യൂട്യൂബുകാരനെ തരുന്നുണ്ട് നമുക്ക് ആ ലിങ്ക്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ ഈ ലിജുടെക്സ് എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ ആ ചാനലിൻ്റെ പേര് എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ പേര് കഴിഞ്ഞിട്ട് നമുക്ക് ലെറ്റേഴ്സോ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ ചോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നെയിം മാത്രം മതി കസ്റ്റം URL ആയിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ മേലെ ഇവിടെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പബ്ലിഷ് ആവുന്നതാണ്. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോട്ടിൽ ചേഞ്ചസ് പബ്ലിഷ്ഡ് എന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ സെർച്ച് ബാറിൽ നമുക്ക് youtube.com/LIJUTECHZZz അടിക്കാം. അതായത് നിങ്ങളുടെ youtube.com/ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതാണ് അടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ടാഗ് അവിടെ അടിച്ച് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിയാൽ ഞാൻ ഈ വീഡിയോ ഇടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. സോ നല്ല വീഡിയോ ആയി വീണ്ടും കാണാം. സീ സൂൺ. ബൈ.